ഹലോ ഗൈസ്, മറ്റൊരു അടിപൊളി വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്ങനെ 9 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ. ഇത്രയും നാളും വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ച് വിളിച്ചു. ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് ട്രാവലിംഗ് ആയിരിക്കും. എൻ്റെ ഒരു കൊളീഗ് വരുന്നുണ്ട്, പുള്ളീനെ വിളിക്കാൻ പോകണം. ഞാൻ പുള്ളിയെ വിളിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. പുള്ളി അടിമാലി വരാമെന്ന് പറഞ്ഞു. അടിമാലിയിൽ നിന്ന് വിളിക്കാൻ പോകണം. ഞാൻ എങ്ങോട്ടാ പോകണമെന്നൊക്കെ വഴി പറഞ്ഞുതരാം. അതിനിടയ്ക്ക് നമ്മളൊരു ഫ്രണ്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ അടിച്ച് തന്നിട്ടുണ്ട്. അതെല്ലാം പോകണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വണ്ടി പോയപ്പോൾ ഏകദേശം 10 മണിയായി. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 11 മണിക്ക് പോകാൻ പാകത്തിനാണ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഏകദേശം അടിമാലി എത്താറായിട്ടുണ്ട്. ഇപ്പോൾ അടിമാലി ഇപ്പോൾ പുള്ളിനെ വിളിക്കണം. അപ്പോൾ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാം. ഗൈസ്, നമ്മൾ മൂന്നാറെത്തി. ആനച്ചേട്ടൻ കൂടെ ഉണ്ട്. നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാം. ഒന്ന് നോക്കാനുള്ള കേസ് വണ്ടി ഫുൾ ടാങ്ക് അടിക്കാൻ പോവാം. എവിടെ വരെ ഓടാൻ പറ്റും നോക്കട്ടെ. കിലോമീറ്റർ റീഡിംഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മൂന്നാറ് പെട്രോൾ പമ്പിലാണ്. മൂന്നാറ് പെട്രോൾ പമ്പ്. മൂന്നാറൊക്കെ നിങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബോർഡർ ക്രോസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. കേസ് ഞങ്ങളിപ്പോൾ മറയൂരാണ്. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ വണ്ടി തിരിച്ചു വിട്ടു. പാസ് വേണമെന്ന് പറഞ്ഞു. പാസ് എടുക്കാൻ വേണ്ടി അക്ഷയ സെൻറ്ററിൽ വന്നു. അക്ഷയ സെൻറ്ററിൽ പോയി പാസ് എടുക്കാനാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ വണ്ടിയെ താഴെ റൂട്ടിയിട്ടുണ്ട്. അക്ഷയ സെൻറ്ററിൽ വന്നേക്കുക പാസ് എടുക്കാൻ വേണ്ടി. ഗൈസ്, ശരിക്കും പെട്ടു കേട്ടോ. കാരണം പാസും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. തമിഴ്നാട് കർണാടകക്കാരും പറഞ്ഞാൽ അവർക്ക് പാസ് വേണ്ടെന്ന്. കേരളം പറയുന്നത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പാസ് വേണമെന്ന്. ഞങ്ങളിപ്പോൾ ബോർഡർ വരെ പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഏതായാലും ഞാൻ ഫോണിനകത്ത് തന്നെ പാസ് എടുത്തു. ഞങ്ങൾ പോയി നോക്കാൻ പോകാം എന്നെ സംഭവിക്കാൻ പോകുന്നുള്ളത്. ഗൈസ്, ഇപ്പം ഞങ്ങൾ വീണ്ടും പാസും കൊണ്ട് പോയി കാണിക്കാൻ പോവാം. ഇപ്പോൾ അറിയാം നമ്മളെ കറക്റ്റ് ഇവിടെ ഇല്ലെന്നുള്ളത്. സംഭവം കർണാടകത്തിലെ പാസമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങണേനാണെങ്കിൽ സൈഡിൽ നിന്ന് അടിച്ചിട്ട് ഇൻഫർമേഷൻ പറയണേ പാസ് വേണ്ട ഇന്റർസ്റ്റേറ്റ് ട്രാവലിങ്ങിന്. നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോവാം. ഇവിടെയുള്ള ചെക്ക് പോസ്റ്റിലാണ് കേസ് നമ്മളെ പിടിച്ചു നിർത്തിയത്. ഫസ്റ്റ് ഈ ചെക്ക് പോസ്റ്റിലാണ് നമ്മളെ ഫസ്റ്റ് പിടിച്ചു നിർത്തിയത്. പാസ് നമ്പറോ കാണിക്കണം, ഇവിടെ കാണിക്കണോ? നമ്പർ എഴുതിയായിരുന്നു മുമ്പേ. KL 03Z 8056 KL 03. അതാ മുമ്പ് പറഞ്ഞത്. ഇത് പോരെ, ഈ പാസ് പോരെ, ഈ പാസ്. റോഡ് പാസ് KL 03Z 8056. നമ്മളെ ഉടുമ്പൽപേട്ട റോഡ് പൊക്കോണ്ടിരിക്കുകയാണ്. റോഡിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. മുകളിലെ ചെക്ക് പോസ്റ്റിന് കടത്തി വിട്ടില്ല. ഒരു 1.5-2 മണിക്കൂർ എടുത്ത് നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ കിടക്കേണ്ടി വന്നു, ജസ്റ്റ് ഒരു പാസിൻ്റെ പേരിൽ. ഇപ്പോൾ നമ്മൾ അതിമനോഹരമായ ഉടുമ്പൽപേട്ട റോഡിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴെ ഒരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. എന്തായാലും നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ശരിക്കും മോശം തന്നെയാണ്. കാരണം ഒരുപാട് ദൂരം നമുക്ക് യാത്ര ആകാനുള്ള പ്രശ്നമുണ്ട്. സാധാരണ വാളയാർ വഴിയൊക്കെ പോകണമെങ്കിൽ പാസ് പോലും വേണ്ടെന്നാണ് പറഞ്ഞത്. അവസാനം വരുമ്പോൾ പുതിയ വഴിയായിരുന്നു. അങ്ങനെ നമ്മളെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ ആരെയും കാര്യങ്ങളെല്ലാം വരും. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ വെയിലിന് ഇതായ കാരണം, അല്ലാതെ വേറെ സെറ്റപ്പ് ഒന്നുമല്ല. ഇത്രയും ഓടിക്കണ കാരണം ഭയങ്കര റിഫ്ലക്ഷൻ അടിച്ചിട്ടേ ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൂന്നാറിൽ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് ഇപ്പം ഏകദേശം 65 കിലോമീറ്റർ കഴിഞ്ഞു. നല്ല ബസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. ഒറ്റലൈൻ പാതയാണ്. കെയർഫുള്ളായിട്ട് പോകുന്നത്. കാരണം താഴെന്നൊക്കെ ബസ് വന്നു കഴിഞ്ഞാൽ നല്ല റോഡിൻ്റെ 2 സൈഡും നല്ല വലിയ എഡ്ജുകളാണ്. അപ്പോൾ വണ്ടി റോട്ടിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് മാത്രമാണ് ഈ വഴി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. തമിഴ്നാടിൻ്റെ പാതയിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സെറ്റപ്പാണ്. നല്ല അടിപൊളി വ്യൂ. ഇത് പുളിമരം അല്ല, മറ്റേ ഒരുമാതിരി മുള്ളു പോലത്തൊരു സാധനമാണ്. കാണുകയാണെങ്കിൽ അവിടെ പുളിമരം പോലെ ഇരിക്കും. വളർത്തിയല്ലത്
മലയാളത്തിരിക്കണമെന്നില്ല, കുടംപുളി അല്ല, കുടംപുളിയല്ല, വാളപ്പുളി. കേൾക്കാൻ രസമൊക്കെ. ആ രണ്ട് സൈഡും കൂടി ഇങ്ങനെ തമിഴ്നാടിൻ്റെ ഏത് റോഡ് നമ്മൾ യാത്ര ചെയ്യൽ കിട്ടുന്ന ഒരു പ്രത്യേക കാഴ്ച ഇത്. Drunk and tipsy in the shop, call and curry on the house, vibing with the nut pump, tripping on a kuttu paatu. In a shop, tripping in Puntupu, vibing with the thing, chilling with the jungle. People call me Vara, make me so sad. I was only chilling on a fire. I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadibai, Indini Valentine's bro. ഇപ്പം സമയം ഏകദേശം 4 മണി. 4 മണിക്കാണ് ഞങ്ങൾ ഉച്ചയ്ക്കൊണ്ട് ചാപ്പ കഴിക്കാൻ പോണേ. ഇപ്പോൾ ഉടുമ്പൽപേട്ടയിൽ നിന്ന് കുറച്ചിങ്ങ് വരുമ്പോഴേക്കും നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലത്ത് വണ്ടി ഒതുക്കി ഇവിടെ കഴിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇനി ഞങ്ങൾ പോയി കഴിയുവാണെങ്കിൽ വിശന്ന് ഇടപാട് തീരും. അവിടെ 2.5 മണിക്കൂർ പോയതുകൊണ്ടേ ഭയങ്കര പാട്. നമ്മൾ ആനച്ചേട്ടൻ അവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി സ്ഥലമാണ് കേസ്. ഉണ്ടല്ലേ, നല്ല ലുക്ക് സ്ഥലം. ദേ നമ്മുടെ ഫ്രണ്ട് ചെയ്ത ലോഗോ ഉണ്ടല്ലോ കേസ്, മിസ്റ്റർ ഡൂഡ് ബോക്സിൻ്റെ പൊളി ലോഗോയാണ് കേസ്. ഇവിടെ വണ്ടി സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം. വണ്ടികളെല്ലാം പറന്ന് പോവാണ്. നല്ല അടിപൊളി തെങ്ങിൻ തോപ്പും അടിപൊളി വൈബ്, പൊളി സ്ഥലം. നമ്മൾ ബാക്കിലും സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ. വിശന്ന് ഇടപാട് തീർന്നു. കുറേ നേരെ ഓടിച്ചോണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം 100-150 കിലോമീറ്റർ കഴിഞ്ഞു. രാവിലെ ഒരു 11 അങ്ങോട്ടായപ്പോൾ നമ്മൾ സ്റ്റാർട്ട് തുടങ്ങി, ജേണി തുടങ്ങിയത്. ഇനി മിക്കവാറും ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും ഒരു 10-12 മണിയാവും. അപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടി തുടങ്ങിക്കുക. ചോറ്, ബീട്രൂട്ട് തോരൻ, പിന്നെ മോര് കറി എന്നോണു, പിന്നെ ഒരു മുട്ടയുണ്ട്. പൊതിച്ചോറാണ് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആരഞ്ചേട്ടൻ അവിടെ നല്ല കഴിക്കലാണ് കേസ്. അപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ്. ബാക്കി നമുക്ക് വിശേഷം പോണ വഴിയിലൂടെ കാണാം. ഏതോ ഒരു ചായക്കടയിൽ ചായ എടുത്തുകൊണ്ടിരിക്കുക. ഇനി ബാംഗ്ലൂർ എത്താൻ ഒരു 300 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ ഏതൊരു ചായക്കട കണ്ടു, ഇവിടെ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറയണം കേൾക്കാൻ പറ്റുമെന്നും അറിയത്തില്ല. ആനച്ചേട്ടൻ കിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. പുള്ളി ആകെ ഇങ്ങനെ ഇരിക്കുക. ഗൈസ് അങ്ങനെ 9 മാസത്തിന് ശേഷം വീണ്ടും ബാംഗ്ലൂർ കാലുത്തി. ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ ബാംഗ്ലൂർ വന്നിരുന്നു. വണ്ടി തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഇനിയുള്ള വീഡിയോസ് മുഴുവൻ ബാംഗ്ലൂരിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. റൂമുണ്ടോ ഫുള്ള് കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തിട്ടു. കാരണം 9 മാസം റൂം അടിച്ചിറക്കുള്ളൂ, മൊത്തം കൊളായി കിടക്കുക. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ. Drunk in a shop, tripping in Puntupu, vibing with the thing, chilling with the jungle. In a shop, call and curry on the house, vibing with the nut pump, tripping on a kuttu paatu. Indini Valentine's bro, Indini Paridabam bro, Indini Kanniru bro, Drunk, I'm
I'm a nirukali drunk, now an alkali drunk. I'm a nittukali, adichu poosu malayali. Rajini pola mask if I'm drunk, baby dance. Simple moves theriyadu, only nod and moonwalk. ആ വാള് കൊണ്ട് ഞാൻ പൂക്കള്ളം ഇട്ടു, കവലയില്ലോ ഞാൻ ആള് കളിച്ചു നോക്കി. ചിരിച്ച ചേച്ചിമാരെ തിരിഞ്ഞു നോക്കി, ഞാനും വിളിച്ചു ഡാൻസ് like it don't catch a fun. And the snow say I feel like the energy beat is so വെടിച്ചു കൊട്ടുപാട്ട് കെട്ടുപെട്ടു Hennessy. Drunk in a shop, tripping in Pontupu, vibing with the thing, chilling with the jungle. In a shop, kallan curry on the